നമസ്കാരം, എല്ലാവർക്കും കുമാരകണത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. 2025 എന്ന് പറയുന്നത് ഒരുപാട് ഗ്രഹങ്ങളുടെ രാശിമാറ്റം സംഭവിക്കുന്ന വർഷമാണ്. പ്രത്യേകിച്ച് ശനിയുടെ രാശിമാറ്റവും വ്യാഴത്തിന്റെ രാശിമാറ്റവും ഒക്കെ സംഭവിക്കുന്ന ഒരു വർഷമാണ്. ഇവിടെ ഈ ജൂൺ മാസത്തിൽ വ്യാഴത്തിന്റെ രാശിമാറ്റ ഫലമായി കന്നിരാശിക്കാരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് വ്യാഴം 2, 5, 7, 9, 11 ഭാവങ്ങൾ വരുമ്പോൾ വളരെയധികം അനുകൂലമായ ഫലങ്ങളായിരിക്കും നൽകുന്നത്. കൂടാതെ ഒരാളുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും വളരെ എളുപ്പത്തിൽ നടക്കുന്നതിന് സർവേശ്വരകാരകനായ വ്യാഴത്തിന്റെ അനുഗ്രഹം കൂടിയേ തീരുള്ളൂ. ഇവിടെ കന്നിരാശിക്കാരുടെ കഴിഞ്ഞ ഒരു വർഷക്കാലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇവർക്ക് വ്യാഴം ഭാഗ്യസ്ഥാനമായ 9ാം ഭാവത്തിലായിരുന്നു നിലകൊണ്ടിരുന്നത്. 9ാം ഭാവത്തിൽ നിലകൊള്ളുന്ന വ്യാഴം വളരെയധികം അനുകൂലമായ ഫലങ്ങളായിരിക്കും ഇവർക്ക് നൽകിക്കൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് ജോലിയിലൊക്കെ ഇവർ ഉദ്ദേശിച്ച രീതിയിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുക, ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും നേടുകയും അല്ലെങ്കിൽ സമ്പത്തും സമൃദ്ധിയും ഒക്കെ ഇവരെ തേടി വന്നിരുന്ന ഒരു കാലഘട്ടം തന്നെയായിരുന്നു 2024 മെയ് മുതൽ 2025 മെയ് 14 വരെ ഉണ്ടായിരുന്നത്. ഇവിടെ ഈ ഒരു വ്യാഴമാറ്റം സംഭവിക്കുമ്പോൾ വ്യാഴം മിഥുനത്തിലേക്കാണ് മാറിയിരിക്കുന്നത്. ഇവരുടെ 4ാം ഭാവത്തിന്റെയും 7ാം ഭാവത്തെയും സ്വാധീനിക്കുന്ന ഈ ഒരു വ്യാഴം ഇവരുടെ 10ാം ഭാവത്തിലേക്കാണ് മാറിയിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, വ്യാഴം 2, 5, 7, 9, 11 ഭാവങ്ങൾ നിൽക്കുമ്പോൾ വളരെയധികം അനുകൂലമായ ഫലങ്ങളായിരിക്കും നൽകുക എന്നത്. അതുകൊണ്ട് തന്നെ 10ാം ഭാവത്തിലേക്ക് മാറിയിരിക്കുന്ന ഈ ഒരു വ്യാഴം നിങ്ങൾക്ക് അത്ര കണ്ട് നല്ല ഫലങ്ങളായിരിക്കുകയില്ല നൽകുന്നത്. പ്രത്യേകിച്ച് ജാതകപ്രകാരം 10ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം നല്ല ഫലങ്ങൾ ചെയ്യുമെങ്കിലും ഗോചരവശാൽ 10ാം ഭാവത്തിലേക്ക് വരുന്ന വ്യാഴം കർമ്മ തടസ്സങ്ങൾ ഉണ്ടാക്കുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ കർമ്മ മേഖലയിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാലഘട്ടമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, കഴിഞ്ഞ വർഷക്കാലമായിട്ട് 9ാം ഭാവത്തിൽ നിലനിന്നിരുന്ന ആ ഒരു വ്യാഴം ഇവർക്ക് കർമ്മമേഖല ഒരുപാട് പുഷ്ടിപ്പെടുത്തിയിട്ടുണ്ട്. അപ്രതീക്ഷിതമായ രീതിയിലൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവാം. കൂടാതെ മേലുദ്യോഗസ്ഥരുമായിട്ടൊക്കെ നിങ്ങൾക്ക് വളരെയധികം അടുത്ത ബന്ധമൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ടാവാം. എന്നാൽ 10ാം ഭാവത്തിലേക്ക് വരുമ്പോൾ ചെറിയ തോതിലൊക്കെ ആ ഒരു കർമ്മ മേഖലയിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർമ്മങ്ങളൊക്കെ തന്നെ വളരെ ഭംഗിയായി നിറവേറ്റാൻ ശ്രമിക്കുക. മറ്റുള്ളവരെ ആശ്രയിച്ചുകൊണ്ട് ചെയ്യേണ്ട വർക്കുകളാണെങ്കിൽ വളരെയധികം ആലോചിച്ചും ചിന്തിച്ചും ചെയ്യേണ്ട കാര്യങ്ങളാണ്. കൂടാതെ 10ാം ഭാവത്തിലേക്ക് വന്നിരിക്കുന്ന ഈ ഒരു വ്യാഴം നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ട് നിക്ഷേപം നടത്തിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ കാലതാമസം എടുക്കുന്നതാണ്. ആവശ്യമില്ലാതെ പണം ചെലവാക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കൂടാതെ നിങ്ങൾക്ക് ഗൃഹനിർമ്മാണം, വാഹനം വാങ്ങാനൊക്കെ നിങ്ങൾ ലോൺ എടുക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ട കാലഘട്ടമാണ്. കഴിവതും ഈ ഒരു വർഷക്കാലം അടുത്ത 2025 മെയ് മാസം വരെ ഒന്ന് കൂടുതൽ പണം ചെലവാക്കാതെ കയ്യിൽ പണം ശേഖരിച്ചു വെക്കേണ്ട ഒരു സമയം തന്നെയാണ്. കൂടാതെ കടം കൊടുക്കുന്ന ഒരാളാണെങ്കിൽ അതൊക്കെ പൂർണ്ണമായും ഒഴിവാക്കുക. ഈ ഒരു വർഷക്കാലം കഴിഞ്ഞ് വ്യാഴം 11ാം ഭാവത്തിലേക്കാണ് വരുന്നത്. ആ 11ാം ഭാവത്തിൽ വരുന്ന വ്യാഴം ലാഭസ്ഥാനമായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെയധികം ധനനേട്ടങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ്. മൾട്ടിപ്പിൾ സോഴ്സിലൂടെയൊക്കെ നിങ്ങൾക്ക് പണമൊക്കെ വരുന്ന സമയമാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വർഷക്കാലം വളരെ ശ്രദ്ധാപൂർവം നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ 2025 അവസാനത്തോടും 2026 ആദ്യത്തോടും കൂടി സംഭവിക്കുന്നതാണ്. ഈ ഫലങ്ങളൊക്കെ നിങ്ങൾക്ക് അനുകൂലമായി വരാൻ വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തി 4 പ്രദക്ഷിണം ചെയ്ത് പ്രാർത്ഥിക്കുക.